ശ്രീ വി എസ് ജിതിന്റെ ഇന്നും വിജയശ്രീ ലാളിതനായാണ് രാഹുൽ മാങ്കൂട്ടം വന്നിറങ്ങിയത്. ടെൻഷനൊന്നും കണ്ടില്ല, സന്തോഷത്തിലായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ പറയുന്നത് ആ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് കേട്ടോ. ആ ഒരു ശരീരഭാഷ എന്തായാലും വിനിമയം ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇത്രയും ആരോപണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പോലീസ് പുറകെ ഓടുകയാണെന്ന് അവകാശപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അനായാസം മറികടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യവും നിയമപരമായ അന്തരീക്ഷവും കേരളത്തിൽ സംജാതമായി കഴിഞ്ഞോ? അല്ല, 15 ദിവസത്തിന് ശേഷം അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന്റെ ഭക്തജന സമൂഹത്തിന് അനുഗ്രഹമൊക്കെ കൊടുത്തല്ലോ. ഇതൊക്കെ ഇവർ ആഘോഷിക്കുകയാണല്ലോ. രാഹുലന്മാർ ആഘോഷിക്കപ്പെടുന്ന കാലമാണ്. മറ്റൊരു രാഹുലാണെങ്കിൽ വല്ലവന്റെ പെണ്ണ് കേസ് ജയിലിൽ കിടന്ന് ഉണ്ടതിന് ഒരു രാഹുലിനെ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കേണ്ടവർ വീട്ടിൽ ഇരുന്ന് പാരസെറ്റാമോളും സെൻട്രസിനും കഴിക്കേണ്ട സാഹചര്യമാണ്. നമുക്ക് മറ്റൊരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. കാരണം ഇത് എനിക്ക് കുറച്ച് സമയം തന്ന വിഷയമാണ്. കാരണം ഞാനല്ല ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞത്, സ്ത്രീപീഡനമായതുകൊണ്ട് ഈ രണ്ട് പാർട്ടിക്കാണ് തോനെ പറയാനുള്ളത്. എങ്കിലും നോക്കൂ, ഇന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട സമയത്ത് അഭിലാഷ് പറഞ്ഞൊരു കാര്യം, സ്ട്രെസ് ചെയ്ത് പറഞ്ഞ കാര്യമുണ്ട്. ഇതിനും അപ്പുറത്ത് എത്രയോ വലുത് വരാനുണ്ടെന്നുള്ള തരത്തിൽ. നോക്കൂ, എങ്ങനെയാണ് അതിജീവിതമാർക്ക് ഈ മുഖ്യമന്ത്രിയെ സമീപിക്കാൻ സാധിക്കുക? കൊടുത്ത പരാതിയിൽ കൃത്യമായി നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും ചെയ്തത്. അപ്പോൾ അതിജീവിതമാർക്ക്, കേരളത്തിലെ അതിജീവിതമാർക്ക്, ഈ പറഞ്ഞ വേട്ടക്കാരിൽ നിന്ന് രക്ഷ തേടി വരുന്ന അതിജീവിതമാർക്ക് രക്ഷ കൊടുക്കാൻ സാധിക്കാത്ത ഒരു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അധപ്പതിച്ചിരിക്കുന്നു. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയം കളിച്ച് എങ്ങനെയെങ്കിലും 3.0 അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, 3.0 സാധ്യമാക്കാൻ പറ്റുമെന്നുള്ളതാണ് ശ്രീ പിണറായി വിജയന്റെയും അതേപോലെ തന്നെ CPM-ന്റെയും ലക്ഷ്യം. സ്ത്രീ ലംബടത എന്ന് പറയുമ്പോൾ, ലംബടത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്തി എന്നാണ്. അധികാരത്തോടുള്ള ലംബടതയാണ് ഇത് പിണറായി വിജയനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കേരള സമൂഹത്തിന് നന്നായി മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തരം ഗിമിക്സുകളൊക്കെ കേരളം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന കാലത്തിലേക്കാണ് അഭിലാഷ്.